നമ്മൾ എപ്പോഴും വിചാരിക്കും ഒരു ടീനേജിൽ നമുക്ക് എപ്പോഴും എല്ലാം ഫാൻറ്റസീസ് ആയിരിക്കും. അപ്പോൾ നമ്മൾ വിചാരിക്കും ഓക്കെ നമ്മളിങ്ങനെ നടക്കുന്നു, പിന്നിൽ പാട്ട് കേൾക്കുന്നു, നമ്മൾ പ്രണയിക്കുന്നു, പിന്നിൽ പാട്ട് കേൾക്കുന്നു, കല്യാണം, ഹണിമൂൺ, നമ്മളിങ്ങനെ ടൂർ പോകുന്നു, ലൈക്ക് ഒറ്റ പാട്ടിലാണല്ലോ, അടുത്ത സീനിൽ കുട്ടി ഉണ്ടാവുന്നു, അപ്പോൾ ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക്. ജീവിതത്തിൽ ഈ ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക്കോ പാട്ടോ ഒരു തേങ്ങ ഉണ്ടാവില്ല അല്ലേ? ഈ കൊച്ചിന്റെ കരച്ചിലല്ലാതെ യാതൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും നിങ്ങൾക്ക് ഉണ്ടാവില്ല അല്ലെ? നമുക്ക് ഫിസിക്കലി ഉണ്ടാകുന്ന സ്ട്രെയിനുകൾ, സാമ്പത്തികമായിട്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ, നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഈ സ്ട്രഗിളിൽ കൂടെ ഒക്കെയാണ് കടന്നു വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ വിചാരിക്കുന്ന ഫാന്റസീസ് ഒന്നുമല്ല ലൈഫ്. റിയൽ ലൈഫിൽ വന്ന് നിൽക്കുമ്പോഴേക്കും നമുക്ക് സ്വന്തം കാലിൽ നിൽക്കണം, സ്വന്തമായിട്ടൊരു ഏണിങ് വേണം. പിന്നെ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചുള്ള ഏറ്റവും വേണ്ടത് ആത്മാഭിമാനം വിട്ടിട്ടുള്ളൊരു കളിയില്ല. അപ്പം ആ ഒരു സ്ട്രോങ് പോയിന്റ് നമുക്ക് ആ ഒരു ആത്മാഭിമാനം ഹോൾഡ് ചെയ്യണമെങ്കിൽ, ആരുടെയും മുന്നിൽ തല കുലിക്കാതിരിക്കണം എന്നുണ്ടെങ്കിൽ, ഈവൻ നമ്മുടെ ഹസ്ബൻഡിനോ നമ്മുടെ കുട്ടികൾക്കോ നമ്മുടെ ഫാമിലിക്കോ പോലും നമ്മളോടൊരു വില ഉണ്ടാവണമെങ്കിൽ 100% നിങ്ങൾ സ്വന്തം കാലിൽ നിൽക്കണം. അതൊരു ഫാന്റസിയുടെ പുറത്ത് ഇന്ന് ഇറങ്ങി പോയേക്കാം, നാളെ തൊട്ട് കളർഫുൾ ആണ് ലൈഫ് എന്ന് വിചാരിക്കുന്നത് ശുദ്ധ മണ്ടത്തരമാണ്. അപ്പൊ മിഠായി ഫെയറിയുടെ ഒരു കഥ പറഞ്ഞു തരോ? മിഠായി കഥ അത് ഞാൻ തീരെ ചെറിയ കുട്ടികളോട് പറയാറുള്ളൂ, ഇത്രയും വലിയ കുട്ടികളോട് പറയാറുള്ളൂ. ഞാൻ ചെറിയ കുട്ടിയല്ലേ? ആണോ? മനസ്സുകൊണ്ട് ഞാൻ വളരെ ചെറുപ്പമാണ് തോന്നണ്ടേ? ബോൾഡ് ആണോ ഇമോഷണൽ ആണോ? ഇമോഷണൽ. ഫേവറേറ്റ് ഫുഡ് എന്താണ്? കപ്പയും മീനും. RJ or VJ? RJ. ഈ ഒരു ഫെയിം കൊണ്ടുവന്ന ഏറ്റവും നല്ല കാര്യം എന്താണ്? ഏറ്റവും നല്ല കാര്യം എന്ന് ചോദിച്ചാൽ ആളുകൾ റെക്കഗ്നൈസ് ചെയ്യുന്നത് നമുക്ക് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമല്ലേ? തീർച്ചയായിട്ടും അതാണ്, അത് സന്തോഷമാണ്. ഈ കരിയറിൽ ആരെങ്കിലും റോൾ മോഡൽസ് ഉണ്ടോ? കരിയറിൽ ഞാൻ അങ്ങനെ ആരെയും റോൾ മോഡൽ ആക്കിയിട്ടില്ല. ഇല്ല. ലൈഫിലെ ഏറ്റവും വലിയ ബ്ലെസ്സിങ് എന്താണ്? ലൈഫിലെ ഏറ്റവും വലിയ ബ്ലെസ്സിങ് എൻ്റെ ഫാമിലി. അശ്വതി ചേച്ചിക്ക് ഇഷ്ടമുള്ള 2 കാര്യങ്ങൾ. ഇഷ്ടമുള്ള കാര്യം എന്ന് വെച്ചാൽ ഞാൻ എത്ര ഡിപ്രഷനിലാണെങ്കിലും എത്ര സങ്കടമാണെങ്കിലും ഞാൻ തന്നെ അതിനെ ഓവർകം ചെയ്യാറുണ്ട്. എനിക്ക് തന്നെ അത് ഓവർകം ചെയ്യാൻ പറ്റും, ആത്മവിശ്വാസമുണ്ട്. പിന്നെ എന്തെങ്കിലും ഒരു കാര്യം ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഞാൻ ഏതെങ്കിലും ഫാൻസിനോട് എപ്പോഴെങ്കിലും ദേഷ്യപ്പെട്ടിട്ടുണ്ടോ? അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ചിലര് അത് നമുക്ക് ഫാൻസ് എന്നോ നമ്മളെ ഇഷ്ടം കൊണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല. ചില ആൾക്കാർ ചുമ്മാ ചൊറിയൂല്ലോ. കറക്റ്റ്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റില്ല. പിന്നെ പ്രത്യേകിച്ച് എനിക്ക് ഈ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഈ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ, അങ്ങനെയാണെങ്കിൽ ഞാൻ ആ സ്പോട്ടിൽ മറുപടി കൊടുക്കും. ടാറ്റു കവിത കണ്ടു, ടാറ്റു ഉണ്ടോ? ആഗ്രഹമുണ്ടോ? ടാറ്റു ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്, ഞാൻ ചെയ്തിട്ടില്ല ഇതുവരെ. പത്മ മമ്മീസ് ഗേൾ ആണോ ഡാഡീസ് ഗേൾ ആണോ? ഇതുവരെ മമ്മീസ് ഗേൾ ആണ്. അവള് യൂഷ്വലി കാണിക്കുന്ന ഒരു കുസൃതി എന്താണ്? അവളങ്ങനെ വലിയ നോട്ടി ഒന്നുമല്ല, കുട്ടി ഗുഡ് ഗേൾ ആണ് ബേസിക്കലി, നല്ല ചക്കരയാണ്. പിന്നെ ചില സമയത്ത് കാണിക്കുന്ന കുസൃതി എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, അപ്പൊ ഞാനിപ്പോ വീട്ടിലില്ലല്ലോ, ഞാനിപ്പോ ഹസ്ബൻഡ് വീട്ടിലില്ല, ഈ സമയത്ത് അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് എന്നിട്ട് പറയും, അതെ ഈ അമ്മ ഉണ്ടല്ലോ ഇങ്ങനെ അവരുടെ അടുത്ത് പറയും. അമ്മ പറയാ എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും പറയും. എന്നിട്ട് നമ്മൾ ചെല്ലുന്ന സമയത്ത് പറയും, അമ്മേ ഈ അച്ഛൻ പറയാണേ അമ്മയ്ക്ക് എന്നോട് ഒരു സ്നേഹവും ഇല്ല. ഞാൻ പറയും എടീ. അപ്പൊ അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കുസൃതികളൊക്കെ ഉള്ളു, അല്ലാതെ വലിയ നോട്ടിയൊന്നും അല്ല.